അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് iQOO പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iQOO Neo 6ൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതൊരു ഇനീഷ്യൽ റിവ്യൂ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു അൺബോക്സിങ്. ഇതിൻ്റെ സ്പെക്സ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പെക്സ് ഒന്ന് വായിച്ചു പോകുന്നു, ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് ഒരുപാടധികം സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചൊരു വീഡിയോ ആണ് iQOO Neo 6ൻ്റെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ iQOO 9 സീരീസിൻ്റെ ഒരു വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഒരുപാടധികം സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിരുന്നു ഇതിൻ്റെ വീഡിയോ എങ്കിലും ചാനൽ വേണമെന്ന്. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഇടുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് iQOO Neo 6ൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാണാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് യൂസർ മാനുവൽ, വാറൻറ്റി കാർഡ്, അതോടൊപ്പം തന്നെ നമുക്കൊരു സിലിക്കൺ TPU കേസും കൂടെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം, വളരെ ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഈ ഒരു കേസും കാര്യങ്ങളും മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൻ്റെ അകത്ത് ഇനി ബാക്കി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ബോക്സിൻ്റെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ബോക്സിനകത്ത് വേറെ എന്തോ സാധനം കൂടെ ഉണ്ട്. സോ അത് എടുക്കാൻ പറ്റുന്നില്ല, നമുക്കത് മാറ്റി വെക്കാം, അതിന് ശേഷം പിന്നെ നോക്കാം. സോ ഇനി നമുക്ക് നമ്മുടെ ബോക്സിലിരിക്കുന്ന ഡിവൈസ് നമുക്ക് നേരെ എടുക്കാം. സോ ഇതാണ് നമ്മുടെ iQOO പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള iQOO Neo 6 എന്ന് പറയുന്നത്. സോ ഞാൻ ജസ്റ്റ് അത് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൻ്റെ അകത്ത് ഇനി ബാക്കി എന്തൊക്കെ കിട്ടുമെന്ന് ഞാൻ കാണിച്ചു തരാം. ബോക്സിൻ്റെ അകത്ത് യൂഷ്വലി കിട്ടുന്ന പോലെ തന്നെ ചാർജറും കേബിളും ആയിരിക്കും, വേറെ ഒന്നും കിട്ടില്ല. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു ചാർജർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ചാർജർ 80 വാട്ട്സിൻ്റെ ആണ്, നല്ലൊരു ഹെവി ബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സെയിം ആസ് നമ്മുടെ വിവോയുടെ X80 സീരീസിൽ കണ്ട ആ ഒരു സെയിം ചാർജർ തന്നെയാണ്. Type A to Type C കേബിളാണ് ഇതിൻ്റെ അത് കൊടുത്തിട്ടുള്ളത്. സോ അതോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ താഴെയായിട്ടൊരു സിമുലേഷൻ പിന്നും കാണാനായിട്ട് സാധിക്കും. ഇത്രയും സാധനങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നേരെ നമ്മുടെ ഡിവൈസായ നമ്മുടെ iQOO Neo 6ലേക്ക് നമുക്ക് പോകാം. സോ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഡിവൈസ് iQOO Neo 6 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇത് ഏകദേശം ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് പറയുകയാണെങ്കിൽ മെയ് 16 മുന്നേ ആയിട്ട് ഇന്ത്യയിലേക്ക് വരുമെന്നാണ് റൂമേഴ്സ് പറയുന്നത്. എനിക്ക് എക്സാക്റ്റ് ഡേറ്റ് അറിയില്ല ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ്. മെയ് 16 മുന്നേ ആയിരിക്കും ഈ ഒരു ഡിവൈസ് നമുക്ക് ഇന്ത്യയിലേക്ക് പുറത്തിറക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ഈ ഒരു ഡിവൈസിൻ്റെ ഫസ്റ്റ് ലുക്ക് നോക്കാം. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്ലൂ കളറിലാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓറഞ്ച് അവൈലബിൾ ആണ്, ബ്ലാക്കും അവൈലബിൾ ആണ്. കുറച്ചുകൂടെ നല്ലത് ഇതിൻ്റെ ഓറഞ്ചും അതോടൊപ്പം ബ്ലാക്കും ആണ്. കുറച്ചുകൂടി എനിക്കിഷ്ടം ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ഓറഞ്ചും ലെതർ ഫിനിഷ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ടോട്ടലി നമുക്കൊരു ലെതർ ഫിനിഷാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഡിസ്പ്ലേ കാണാനായിട്ട് സാധിക്കും. ഇത് 6.62 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്. ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ചെറിയൊരു പഞ്ച് ഹോൾ ക്യാമറയും കൂടെ കാണാനായിട്ട് സാധിക്കും. 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡ് സ്പോർട്സ് ആൻഡ് ബട്ടൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ചെറുതാണ്, വളരെ കോമ്പാക്ട് സൈസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. iQOO ഇതിൻ്റെ സൈഡിലും മുകളിലും എല്ലാം നല്ലൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് നമ്മുടെ സ്പീക്കേഴ്സും ബാക്കി കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ബാക്കിലായിട്ട് നമ്മുടെ ക്യാമറയും കാണാനായിട്ട് പറ്റും. കുറച്ച് വിയർഡായിട്ടുള്ളൊരു ക്യാമറ ഡിസൈനാണ് ഇപ്രാവശ്യം നമ്മുടെ iQOO ഈ ഒരു ഡിവൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വിവോ ഇപ്പോൾ കൂടുതലും വിയർഡായിട്ടുള്ളൊരു ക്യാമറ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം വിവോ X80 സീരീസ് മൊത്തം വിയർഡായിട്ടുള്ളൊരു ക്യാമറ ഡിസൈനാണ്. കാരണം ഔട്ട് ഓഫ് ഫാഷനായി പോയ സർക്കിൾ ക്യാമറ ഡിസൈന് നമ്മുടെ ഈ ഒരു ഡിവൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലല്ല, വിവോ X80 സീരീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് Xiaomi Mi 11 Ultra ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയുടെ പകുതി വശമാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള വോയിസ് നോക്കുകയാണെങ്കിൽ Android 12 റൺ ആവുന്ന ഒറിജിൻ വോയിസ് ആണ് ഇതിൻ്റെ അകത്ത്. അതായത് ചൈനയിൽ നമുക്ക് ഫൺ ടച്ച് വോയിസ് അവൈലബിൾ അല്ല, ഒറിജിൻ വോയിസ് ആണ്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഡിവൈസിനകത്ത് ഫൺ ടച്ച് വോയിസ് ആയിരിക്കും. കാരണം ഒറിജിൻ വോയിസ് ഇതുവരെയായിട്ടും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തില്ല. മേ ബി വിവോ X80 സീരീസോടെ നമ്മുടെ ഒറിജിൻ വോയിസ് ഇന്ത്യയിലേക്കും വരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. മെയിൻലി ഈ ഒരു ഒറിജിൻ വോയിസ് കൊണ്ടുവരാത്തതിൻ്റെ കാരണം ഈ ഒരു ഒറിജിൻ വോയിസ് തന്നെ 5G സപ്പോർട്ടും കുറേ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്യണം, അതൊക്കെ ഒരുപാടധികം പാടാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു ഒറിജിൻ വോയിസ് കൊണ്ടുവരാതെ അവർ ഇത്രയും നാളുടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒറിജിൻ വോയിസിൻ്റെ ഓഷൻ എന്ന് പറയുന്ന എഡിഷനാണ് കറൻ്റ് റൺ ആവുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കറൻ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമുക്ക് സെറ്റിങ്സിൽ പോയി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വെളിയിരുന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെളിയിൽ ഈ ഒരു ജീവി, അതായത് ഈ ഒരു ചീവിടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കരയുന്നുണ്ട്. സോ അതിന് നല്ല സൗണ്ട് വോയിസ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കാനായിട്ട് പറ്റും. സോ അതൊക്കെ മാക്സിമം ഞാൻ നോയ്സ് ക്യാൻസലിലൂടെ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട്. സോ എങ്കിലും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ദയവായി ഒന്ന് ക്ഷമിക്കുക. കാരണം ഒരുപാടധികം നോയ്സും കാര്യങ്ങളും കേൾക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. അതായത് നമ്മുടെ ഒറിജിൻ വോയിസ്. സോ ഒറിജിൻ വോയിസിൻ്റെ ഉള്ള ഒരു ക്യാമറയാണ് ഏറ്റവും കിടലാണ്. അതായത് നമ്മുടെ Gcamലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷൻ്റെ പോർട്ടഡ് വെർഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വളരെ നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റിയ ഫോട്ടോസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം ബാക്കിലായിട്ട് നമുക്കൊരു 64 മെഗാ പിക്സൽ പ്ലസ് 12 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 4K 30 FPS മാക്സിമം വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Gen ഫസ്റ്റ് ജനറേഷൻ 4nm പ്രോസസ്സറാണ് ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് കമ്പനി
കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല പ്രോസസ്സറാണ്. അതോടൊപ്പം AMOLED ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിളും ആണ് ഈ ഒരു ഡിവൈസിൻ്റെ അത് നമുക്ക് വരുന്നത്. അതോടൊപ്പം നമുക്ക് 4700 mAh ബാറ്ററിയും കമ്പനി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൂടുതലായിട്ടുള്ള ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നിങ്ങൾ ജസ്റ്റ് ചാനൽ ചെക്കൗട്ട് ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോ ഇട്ട് 2 ദിവസത്തിനകത്താണ് നിങ്ങൾ 2 ദിവസം, അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് 2 days ആകുവാണെങ്കിൽ ജസ്റ്റ് ചാനൽ ചെക്ക് ചെയ്യുക. കാരണം ഞാൻ അതിൻ്റെ വീഡിയോ എപ്പോഴും ഇട്ട് കാണും. സോ വീഡിയോ കാണാത്തിട്ട് ഇപ്പോൾ തന്നെ പോയി കാണാം. അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഷോർട്ടായി പോയി, കാരണം ഇതിനകത്ത് വലിയ രീതിയിൽ റിവ്യൂവും കാര്യങ്ങളും ഞാൻ യൂസ് ചെയ്താലത് അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂസ് വായിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ എല്ലാം ഇടുന്നതാണ്. ചാനൽ വിസിറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാൻ വേണ്ടി സൈനിങ് ഓഫ്. ബൈ.